ഞാൻ ജനിച്ചത് ആലപ്പുഴയുടെ ഒരു ഭാഗമായ തുമ്പോളി എന്ന ഗ്രാമത്തിലാണ്. അത് ഗ്രാമവുമാണ് നഗരവുമാണ്. കടൽത്തീരത്തോടടുത്ത സ്ഥലമാണ്. അവിടെ എൻ്റെ വീട്ടുപേര് മംഗലത്ത് എന്നാണ്. കൂട്ടുകുടുംബമാണ്. അച്ഛൻ്റെ സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ മക്കൾ എല്ലാം കൂടി ഒരു 10-20 അധികം ആളുകൾ അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ MC കേശവൻ എൻ്റെ അച്ഛൻ്റെ പേര്, ഭവാനി എന്ന അമ്മയുടെ പേര്. അമ്മയുടെ വീട് കാട്ടൂരാണ്, കലവൂരിനടുത്ത്. കാട്ടൂർ എന്ന് പറയുമ്പോൾ അതും കാട്ടൂർ പള്ളി, അവിടെ തന്നെ ഒരു കുരുക്കശ്ശേരി തറവാട്, അവിടെയാണ് അമ്മയുടെ വീട്. അവരുടെ പുത്രനായിട്ടാണ് ഞാൻ ജനിച്ചത്. ജനിക്കുന്നതിന് ഒരു പശ്ചാത്തലമായുള്ളത്, എനിക്ക് മുമ്പ് 3 കുട്ടികൾ അവർക്ക് ജനിച്ചിരുന്നു. 3 പേരും 6, 7, 8 വയസ്സുള്ളത് മരിച്ചുപോയി. ഞാനാണ് അവസാനത്തെ ആൾ. അങ്ങനെ ഒരു ഏകാഗിയായി അച്ഛനമ്മമാരുടെ കുട്ടിയായി ഒരു വലിയ തറവാട്ടിൽ അനേകം ആളുകൾക്കിടയിൽ വളരുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ പല വശങ്ങളും പറയാനുണ്ട്. ഒന്ന്, ഞാൻ സ്വതവേ ഒരു അന്തർമുഖ സ്വഭാവക്കാരനാണ്. പക്ഷേ ഈ 10-20 അംഗങ്ങളുള്ള കുടുംബത്തിൽ എൻ്റെ ഒരേ പ്രായമുള്ള ഒരു 8-10 പേരെങ്കിലും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത്, ഒരുമിച്ചാണ് കളിക്കുന്നത്, ഒരുമിച്ചാണ് കുളിക്കാൻ പോകുന്നത്. അങ്ങനെ എല്ലാം വന്നപ്പോൾ എൻ്റെ ആ ഒരു അന്തർമുഖ വാസന ആളുകളോട് ഇടപഴകാനും അവരെ ഇണങ്ങാനും ഒക്കെ പലപ്പോഴും പിണങ്ങുക കുറവാണ്. എനിക്ക് വളരെയധികം സൗകര്യം ഉണ്ടാക്കി തന്നു. പിന്നെ വീട്ടിൽ ആണെങ്കിൽ ഒരു ജന്മി കുടുംബം പഴയ തരത്തിൽ എന്ന രീതിയിൽ അവിടെ ധാരാളം തേങ്ങ കിട്ടും. 10-65 തേങ്ങ ഓരോ പ്രാവശ്യവും മുറ്റത്തൊന്ന് വീഴും. അതിൻ്റെ പുറത്ത് കയറി ഇറങ്ങി കളിക്കുക ഞങ്ങളൊരു വിനോദമായിരുന്നു. തേങ്ങ ഇടിയിക്കാൻ പോവുക എന്നുള്ളതും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ കരിക്ക് കിട്ടും. കരിക്ക് ഓടിച്ച് ഇതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കളിക്കുന്നതിനിടയിൽ ഞങ്ങൾക്ക് ഒരു ജന്മി കുടിയാന്മാർ, കുറേ അധികം കുടിയാന്മാർ താമസിക്കുന്നുണ്ട്. അവരുമായിട്ടൊരു പ്രത്യേക ബന്ധമുണ്ട്. അവരെയൊക്കെ ആജ്ഞാസ്വരത്തിലാണ് വീട്ടിലുള്ളവരെല്ലാം പൊതുവെ വിളിക്കുക. ഇടാ പോടാനൊക്കെ വിളിക്കും. അവർ മുതലാളെന്ന് വിളിക്കും. ഞാൻ മാത്രം ആരെയും ഇടാ പോടാ എന്ന് വിളിക്കാറില്ല. എനിക്ക് ആജ്ഞാപിക്കാൻ കുട്ടിക്കാരൻ മുതൽ അറിയില്ല. ആളുകളോട് ഇണങ്ങിപ്പോകുന്ന സ്വഭാവക്കാരനായിരുന്നു. പ്രത്യേകിച്ചും അയൽവക്കത്ത് താമസിക്കുന്നവരെല്ലാം തൊഴിലാളികളായിരുന്നു. അത് കയർ ഫാക്ടറി തൊഴിലാളികൾ, തൊഴിലില്ലാത്തവർ, ബുദ്ധിമുട്ടുന്നവർ, അവരുമായിട്ടൊക്കെ എനിക്ക് നല്ല അടുപ്പമായിരുന്നു. അങ്ങനെ അവരിൽ ഒരു അപവാദമായിട്ടാണ് ഞാൻ വളർന്നു വന്നത്. വീട്ടിൽ അവർക്ക് 2-3 വിനോദങ്ങളുണ്ട്. ഒന്ന് ചീട്ടുകളിയാണ്. അത് എൻ്റെ തറവാട്ടുകാരനോട് അച്ഛൻ്റെ ജ്യേഷ്ഠനാണ്, വലിയച്ഛനെന്ന് ഞാൻ വിളിക്കും. അദ്ദേഹവും ഇടം തലമുറയും ചേർന്ന് ചീട്ട് കളിക്കും. ഞാൻ മാത്രം ചീട്ടുകളി അറിയാമെങ്കിലും കളിക്കാൻ പോകില്ല, അത് ഇഷ്ടമായിരുന്നില്ല. ചതുരംഗ കളിയുണ്ട് അവിടെ. 2-3 ദിവസമായിട്ടൊക്കെ കളി തീരുന്നത്. കൊട്ടകം വെച്ച് മറച്ചിട്ട് പിറ്റേ ദിവസം കളിക്കും. പക്ഷേ എനിക്ക് ചതുരംഗ കളി അറിയാം, പക്ഷേ എനിക്കത് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ ഇവർ കളിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഏകാന്തതയും ചിലപ്പോഴൊക്കെ പുസ്തക വായനയുമായിട്ടാണ് കഴിയുന്നത്. ഇതാണ് എൻ്റെ ബാല്യകാലം. ഈ ഒരു പ്രത്യേക സ്വഭാവം വന്നു ചേരുന്നതിന് എനിക്ക് പെട്ടെന്ന് തോന്നുകയാണ്, അമ്മയായിരിക്കില്ലേ ഏറ്റവും പ്രധാന ഒരു കാരണം? അമ്മയുടെ ഒരു ശിക്ഷണമാണോ? അമ്മ എന്ന് മാത്രം പറയുമ്പോൾ അച്ഛൻ ദിവസേന കച്ചവടമായിരുന്നു, തുണിക്കച്ചവടമാണ്, ടൗണിലായിരുന്നു. അപ്പോൾ അച്ഛൻ വരുമ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് തരുന്ന ഒരു വിനോദം കഥ പറയുകയാണ്. രാമായണ മഹാഭാരതാദികളിലെ അത് ഞാൻ ആവർത്തിച്ച് കേൾക്കും. അച്ഛൻ കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ കൊണ്ട് തരുമായിരുന്നു. എൻ്റെ 10 വയസ്സ് കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. അപ്പോൾ ആ 10ാം വയസ്സിന് എനിക്ക് തന്നത് ടോൾസ്റ്റോയുടെ 23 കഥകൾ, ഇംഗ്ലീഷാണ്, 23 Tales, ലിയോ ടോൾസ്റ്റോയ്. അത് ഞാൻ ആവർത്തിച്ചെന്ന് വായിക്കുമായിരുന്നു. സ്കൂളിൽ പോകുമ്പോഴും ഞാൻ പ്രായേണ മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകുമെങ്കിലും വളരെ സൗമ്യനും ആരെയും വേദനിപ്പിക്കാതെയും കഴിഞ്ഞ ഒരാളാണ്. ഇവൻ ഇത്ര പാവമായി പോയിരുന്നു. എൻ്റെ വീട്ടുകാരെക്കുറിച്ച് എൻ്റെ അച്ഛൻ്റെ ഒരു സഹപാഠി അധ്യാപകനായിരുന്നു. അദ്ദേഹം പറയും, നീ എന്താണോ മംഗലത്തെ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ആയിപ്പോയത്, നീ വളരെ ഒതുങ്ങിയാണ് കഴിയുന്നത്. മറ്റൊരിക്കൽ ഒരു ടീച്ചർ ആവർത്തിച്ച് പറയുന്നത്, ക്ലാസ്സിൽ വെച്ച് എപ്പോഴും പറയും, ഹീ ഈസ് ദി അൺവർത്തി സൺ ഓഫ് എ വർത്തി ഫാദർ. പക്ഷേ എനിക്ക് പഠനത്തിൽ ഞാൻ മിടുക്കനായിരുന്നു.